ഹേമ, നീ നല്ലയാളാ. നീ എന്താ എത്ര വൈകിയത്? സുരേഷ് നല്ല സുഖമില്ലായിരുന്നു. എന്ത് പറ്റി? ഒരു ചെറിയ പനി. ഓ, അവനൊരു കൊച്ചു കുട്ടിയെപ്പോലാണെന്ന് നിനക്കറിഞ്ഞൂടെ? മോഹനേട്ടാ, മോഹനേട്ടാ. ഹലോ ഹേമ. ഹലോ. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഹേമ, ഞാനിന്ന് വളരെ ഹാപ്പിയാണ്. മുമ്പില്ലാത്ത വിധം ആദ്യമായി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നീ കൂടി പങ്കെടുത്തു. ആ, നീ മോഹനേട്ടനുമായി സംസാരിച്ചേക്ക്. പാട്ടിൽ ആസ്വദിക്കാൻ ബഹും എടുക്കണ. ആ, ഞാനിപ്പോ വരാം. സുഖം തന്നെ. ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലേ? അതുകൊണ്ടായിരിക്കും വരാൻ താമസം. അതെ. എനിക്കെന്താ ഒന്നും പറയാനില്ലേ? ഇല്ല. ഹേമയ്ക്ക് എന്നോട് ഒരുപക്ഷെ ദേഷ്യമായിരിക്കും. ഒന്നുമില്ല. ഹേമയ്ക്ക് ഒരു വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അത് നടക്കാനുള്ള വിധിയും വേണ്ടേ? മോഹനേട്ടനും ഹേമയെ വധിച്ചാണോ അല്ലേ? അങ്ങനെയൊന്നുമല്ല. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ. ഈ ഗിഫ്റ്റ്സ് ഒക്കെ എന്താണെന്നൊന്ന് നോക്കിയത് പോലും ഇല്ല. ഓ, ഇനിയിപ്പോ അതിനാ സമയം. നീ അതൊക്കെ മാറ്റി വെച്ചിട്ട് കിടന്ന് ഉറങ്ങണോ? എന്നാലും ആ ഹേമ കൊണ്ടുവന്ന എന്താണെന്നൊന്ന് അറിയണം. ഓ, ഇതാണ് ഇത്ര വലിയ കാര്യമായിട്ട് അവൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ സൈലൻസ്, യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ്. നൈസ്. നോക്കൂ. എന്റെ നിശബ്ദത നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്റെ വാക്കുകളും നിനക്ക് മനസ്സിലാവും. എന്താ? ജിലേബി ജിലേബി. ഒരലവലാതി. എന്താ കിടക്കുന്നേ? സുഖമില്ലേ? ഓ, ചമ്മക്കൊന്നുമില്ല പോലെ ഒരു ചെറിയ തലവേദന. തലവേദനയാ? എന്റെ ചേച്ചിയിട്ട് പോവാ. വേണ്ട. പോണം. വേണ്ട. മരുന്ന് വാങ്ങണം. വേണ്ട. വാസുവോ, ഓനക്ക് എന്താ വേണ്ട ചാ കൊടുക്ക്. എനിക്കൊന്നും വേണ്ട. എന്റെ കൂടെ വാ, മരുന്ന് വാങ്ങാം. എനിക്ക് ജിലേബി വേണ്ട. പിന്നെ എനക്ക് എന്താ വേണ്ടിയത്? മരുന്ന് വാങ്ങണം. എന്റെ കൂടെ വാ. നമ്മളെ തലവേദന മാറി മോനെ. അന്റെ മനസ്സാണ് ഞമ്മക്ക് മരുന്ന്. ആ, പോയിക്കോ. ഞമ്മക്ക് തന്നെ കൊണ്ടാക്കാൻ വരാൻ വയ്യ. പോയിക്കോ. ആ, സൂക്ഷിച്ചു പോണേ. പോയിക്കോ. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Yes, Mohan speaking. Staircase in താഴെ വന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഞാൻ ഉടനെ വരാം.
ശ്രീദേവി, അവനൊന്നും സംഭവിക്കില്ല. എന്റെ മോൻ നിന്റെ മോൻ എന്റെ മോനല്ലേ? എന്റെ മോൻ തൽക്കാലം പേടിക്കാനൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏത് നിമിഷം എങ്ങനെ തിരിയുമെന്ന് പറയാനാവില്ല. സത്യത്തിൽ ഒഴിഞ്ഞു മാറാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ കോൺഫറൻസിന് പോകുന്നത്. പ്ലീസ് ഡോക്ടർ ശേഖർ, ഈ കേസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടർ, ഈ കേസിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്റെ പ്രൊഫഷനെ മാത്രമല്ല ബാധിക്കുക. മിസ്സസ് ശ്രീദേവി മോഹൻ ഡോക്ടറിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ? യു ആർ റൈറ്റ്. ഞാൻ പോകുന്നു ഡോക്ടർ. അമ്മായി കോഫി, സ്ട്രോങ് കോഫി അല്ലേ മോളെ? ഇപ്പൊ തരാം. ആ മോളെ, വിനോദിന്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ലല്ലോ? ഒന്നും പറയാറായിട്ടില്ല അമ്മായി. ഇവിടെ വൈദ്യശാസ്ത്രം തോൽക്കേണ്ടി വന്നാൽ വിധി അത്രയ്ക്കും ക്രൂരത എന്നോട് കാണിക്കില്ലല്ലേ? ഇല്ല മോളെ, ഇല്ല, ഒരിക്കലുമില്ല. മോള് സമാധാനമായിരിക്കും. ആ മോളെ, നിനക്കെന്നാ കോൺഫറൻസിന് പോകണ്ട? നാളെ പോണം. ആ, നീ പോയി റെസ്റ്റ് എടുക്ക. ഞാനിപ്പോ കാപ്പി കൊണ്ടുവരാം. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ശ്രീദേവി ഇത്? നമ്മുടെ മോനെ ആപത്തിന് സംഭവിക്കില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്? ധൈര്യമായിട്ടിരിക്കും. പെട്ടിയിലെടുത്ത് വെച്ചോ. സുരേഷ്, ചേച്ചി. ചേച്ചി പോയിട്ട് വരട്ടെ. നോക്ക്, ഞാൻ പോയി തിരിച്ചു വരുന്നവരെ ശ്രദ്ധിക്കൂ. ഇവിടുന്ന് പുറത്തെവിടെയും പോരുത്. പോവില്ല. അമ്മായി പറയുന്നൊക്കെ കേൾക്കാം. കേൾക്കാം. നല്ല കുട്ടിയല്ലേ? വരട്ടെ. ചേച്ചിയുടെ തല ചൂടാണ്. പൂ മുഴുവൻ വിരിഞ്ഞിട്ടില്ല. പൂ അവിടെ. സാരമില്ല, ഞാൻ പോട്ടെ. അല്ല, മാഷ് ഇവിടെ വന്നിരിക്കുകയാണോ? ഇതാ, ഇത് കഴിക്കൂ. അല്ല മാഷെ, അറിയാമെന്ന് ചോദിക്കുക. മാഷെ കാണാൻ എന്താ ആരും വരാത്തത്? കുട്ടി, സഹതാപം ആവശ്യപ്പെടുന്നവരോടും സഹതാപം കാണിക്കുന്നവരോടും എനിക്ക് വെറുപ്പാ. കാരണം എന്താണെന്നറിയോ? ഇവിടെ കാണാൻ വരുന്നവരൊക്കെ എന്തിനാ വരണേ? ഇവിടെ കിടക്കുന്നവരെ പോലെ ഞാൻ രോഗിയല്ല, ഞാൻ ഒറ്റപ്പെട്ടവനല്ല, ഞാൻ നിസ്സഹായനല്ല എന്ന് കണ്ട് സ്വയം സന്തോഷിക്കാൻ. പിന്നെ എല്ലാം ഒരു ഷോ. എന്നെ കാണാൻ ആരും വരണ്ട, ആരും എന്റെ പേരിൽ സഹതപിക്കുകയും വേണ്ട. ആ പിന്നെ കുട്ടി, എന്റെ ഓപ്പറേഷൻ എന്നൊക്കെയാ നിശ്ചയിച്ചിരിക്കണേ? ഉടനെ ഉണ്ടാവും. അതൊന്ന് വേഗം കഴിഞ്ഞു കിട്ടിയ സമാധാനായി. അത് വേഗം കഴിയാൻ അത്ര ചെറിയ ഓപ്പറേഷൻ ഒന്നും അല്ല മാഷേ. അറിയാം, ട്യൂമറല്ലേ, മേജർ തന്നെയാ. ചിലവർക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ലാണ്ടാവും, ചിലവര് സിദ്ധി കൂടും, ചിലവര് രക്ഷപ്പെടുകയും ചെയ്യും. ഞാൻ ഏതായാലും ഈ അവസാനം പറഞ്ഞ വിഭാഗത്തിലാ, രക്ഷപ്പെടുന്ന വിഭാഗം. അതൊന്ന് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വേണം ഒരു സിനിമയ്ക്ക് കഥ എഴുതി കൊടുത്ത് കുറച്ച് കാശുണ്ടാക്കി എന്റെ മോളുടെ പൊടവൂര് നടത്താൻ. സിനിമയ്ക്ക് കഥ എഴുതുമ്പോ എന്റെ കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കണം. അതെന്തിനാ കുട്ടി? ഞാനത് ചെറിയ വേഷം വല്ലതും ചെയ്യാം. എന്തിനാ ചെറിയ വേഷാക്കണേ? നായിക തന്നെ ആയിക്കോട്ടെ. എന്താ ചെയ്യാ, നേഴ്സായാലും
ഡോക്ടറായാലും ഇനിയിപ്പോ എഞ്ചിനീയർ ആയാലും സിനിമയിലൊന്ന് മുഖം കാണിച്ചാലേ ജീവിതം ധന്യാവൂന്ന് വെച്ചാൽ ആ നടക്കട്ടെ നടക്കട്ടെ. ഡോക്ടർ, ഉടനെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യും. Mr. Mohan, better take her out. അവൻ നമ്മൾ ഒരിക്കലും പോവില്ല.